ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നല്ലൊരു അടിപൊളിയായ എഗ് മസാല റെസിപ്പി ഒന്ന് നോക്കാം. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ദോശ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൽക്കതാ ഞാൻ 3 എഗ്ഗ് വേവിച്ച് കട്ടാക്കിയിട്ട് വെച്ചിന്. ഇതാ ഞാനൊരു പാൻ എടുത്തിന്, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിന് ഞാൻ. ഇനി ഉപ്പ്, എന്നിട്ട് കുറച്ച് നമുക്ക് സ്പ്രെഡാക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വേവിച്ച മുട്ട ഞാൻ വെച്ചിട്ട് കൊടുക്കുന്നു. ഇനി കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഈ ഓയിലിട്ടിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഫ്രൈ ആക്കിയിട്ടെല്ലാം എടുത്ത്, എന്നിട്ട് ഇതാ അതേ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കെത്ത്, ലവങ്ക, പിന്നെ അതിൻ്റെ ഇല, കുറച്ച് 4 നല്ല മുളക്, അപ്പോൾ അതങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു ഞാൻ. എന്നിട്ട് ഇതാ 2 ഓനിയൻ കട്ടാക്കിയിട്ട് എടുത്തിന്, അതിനെ ഇട്ട് കൊടുത്തു. നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം ഓനിയനെ. അപ്പോൾ അതിനെ ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ആക്കാം നമുക്ക്. കുറച്ച് നല്ലോണം ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതാ ഇത്ര ഫ്രൈ ആയെങ്കിൽ മതിയാവും. ഇനിയിലേക്ക് നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോകത്തോളം നമുക്ക് കുറച്ച് ഫ്രൈ ആക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതാ ഞാൻ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്രൈ ആക്കാം നമുക്ക്. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകത്തോളം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിന്, അപ്പോൾ അതിനെ വീത്തി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇനിയും കുറച്ച് ഫ്രൈ ആക്കാം. ഈ ടൊമാറ്റോൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകണം. അപ്പോൾ അവിടത്തോളം നമുക്ക് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം നല്ലോണം മിക്സായി. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് തണ്ണിയും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറേ തണ്ണി യൂസ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് പാക്കുമ്പോൾ എഗ്ഗും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എഗ്ഗെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മേക്ക് കൊത്തമ്പാരി ചുപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കറി റെഡിയായി. നല്ല ടേസ്റ്റിയായ എഗ് മസാല ഇവിടെ റെഡിയായിന്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.